2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സർക്കാർ ബജറ്റിൽ പുളിങ്ങോം ടൗൺ സൗന്ദര്യവൽക്കരണത്തിനായി 50 ലക്ഷം രൂപ അനുവദിച്ചതായി ടി.ഐ. മധുസൂദൻ എം.എൽ.എ. അറിയിച്ചു. മലയോര മേഖലയിലെ പ്രധാന വ്യാപാര ഗതാഗത കേന്ദ്രങ്ങളിലൊന്നായ പുളിങ്ങോം ടൗണിന്റെ സമഗ്ര വികസനമാണ് പദ്ധതിയുടെ ലക്ഷ്യം. നേരത്തെ ചെറുപുഴ പുളിങ്ങോം പൊതുമരാമത്ത് റോഡ് നവീകരണത്തിനായി 4.5 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ടെന്നും പ്രവൃത്തി ഉടനെ ആരംഭിക്കുമെന്നും എം.എൽ.എ. വ്യക്തമാക്കി. തകർച്ച നേരിടുന്ന റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുകയും വ്യാപാര പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം ലഭിക്കുകയും ചെയ്യും. റോഡ് നവീകരണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പുളിങ്ങോം ടൗൺ സൗന്ദര്യവൽക്കരണവും നടത്താനാണ് സർക്കാർ തീരുമാനം. ടൗണിലെ നടപ്പാതകൾ, ഡ്രെയിനേജ് സംവിധാനം, ലൈറ്റിംഗ്, ബസ് സ്റ്റോപ്പ് പരിസരങ്ങൾ, പൊതുസ്ഥലങ്ങളുടെ ശുചിത്വവും അലങ്കാരവും ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് സൗന്ദര്യവൽക്കരണ പദ്ധതിയിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റോഡ് നവീകരണവും ടൗൺ സൗന്ദര്യവൽക്കരണവും ഒരുമിച്ച് പൂർത്തിയാകുന്നതോടെ മലയോര മേഖലയിലെ പ്രധാന ടൗണായ പുളിങ്ങോത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നും പ്രദേശവാസികൾക്കും വ്യാപാരികൾക്കും ഇത് വലിയ ആശ്വാസമാവുമെന്നും എം.എൽ.എ. പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പ്രദേശത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്ക് പുതിയ വഴികൾ തുറക്കുമെന്നാണ് പ്രതീക്ഷ.